നമ്മളിപ്പോ ഈ ചോദ്യങ്ങൾക്ക് വേണ്ടി ഈ ഉത്തരം കിട്ടാൻ വേണ്ടി ഈ പ്രതിസന്ധിയൊക്കെ ഇങ്ങനെ തരണം ചെയ്ത് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. വിലാപങ്ങളുടെ പുസ്തകത്തിൽ 3:26 ഓർമ്മയിലുണ്ടാകുക ആ വചനം. ഏറ്റവും നല്ല ഓപ്ഷൻ കർത്താവിന്റെ ആ രക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ്. കർത്താവ് ഇടപെടാൻ വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ്. അതിനിടയ്ക്ക് ചിലപ്പോൾ നമ്മളെ പല്ലിറുമിയേക്കാം, നമുക്ക് സങ്കടങ്ങൾ വന്നേക്കാം, നമ്മൾ പൊട്ടിക്കരഞ്ഞു പോയേക്കാം, നമ്മൾ നിരാശയുടെ പടുകുഴിയിലേക്ക് വീണ് പോയേക്കാം. പക്ഷെ ഇതൊന്നും അത്ര നല്ല ഓപ്ഷൻ അല്ല. ഈ നിരാശപ്പെട്ടിരുന്നാൽ നമ്മൾ വീണ്ടും കുഴിയിലോട്ട് വീഴും. ഈ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരുന്നാൽ ആരും ആ കണ്ണീര് കാണുന്നില്ലോ എന്നോർത്ത് നമ്മുടെ കരച്ചിൽ പിന്നെയും വലിയ വിലാപങ്ങളായിട്ട് മാറും. നമുക്കൊരു ബോധ്യം, നമുക്കൊരു ശക്തി നൽകേണ്ടതും നമ്മുടെ ഒരു തീരുമാനം ഇതായിരിക്കണം: എൻ്റെ കർത്താവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും. എൻ്റെ കർത്താവ് എനിക്ക് എൻ്റെ ഈ കാര്യത്തിൽ ഇടപെടുന്നത് വരെ ഞാൻ കാത്തിരിക്കും. വിലാപങ്ങൾ 3:26 ആ വചനത്തിന്റെ മുഴുവൻ അഭിഷേകവും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏറ്റെടുക്കുക. അബിലാലെ അമ്മത്രേസ്യയോട് ചേർന്ന് നമ്മുടെ ഹൃദയത്തോട് നമ്മൾ ഈ വിശ്വാസം ഏറ്റുപറയണം: ഒന്നും എന്നെ ഉപദ്രവിക്കില്ല, ഒന്നും എന്നെ ഭയപ്പെടുത്തില്ല, ഒന്നും എന്നെ അസ്വസ്ഥപ്പെടുത്തില്ല, എല്ലാം മാറും, ഈശോ നിലനിൽക്കും.